ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ പുലർച്ചെ രാവിലെ നമ്മൾ കണ്ട് എഴുന്നേറ്റ് അടുത്ത ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമായിട്ട് നമ്മൾ കണ്ണൊക്കെ തിരുമ്മി എഴുന്നേറ്റ് കേട്ടോ. രാവിലെ തന്നെ എഴുന്നേക്കണം എന്നൊക്കെ വലിയ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്ത് കിടന്നു. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഇറങ്ങി വന്നത്. അങ്ങനെ റെഡിയായി നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പ്രസാദമൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മേടിക്കണമല്ലോ എന്നൊക്കെ കരുതി കേട്ടോ ഈ പോകുന്നത്. അപ്പോൾ രാവിലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂ ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അകത്ത് കയറി തൊഴാനൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മൾ പരിസരത്തെല്ലാം പോയി ഒന്ന് കറങ്ങി അടിച്ച് നടന്നിട്ട് തിരിച്ചിറങ്ങുക കേട്ടോ ചെയ്തത്. അങ്ങനെ നേരെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ക്യൂവിന് മാത്രം ഒരു പഞ്ഞമില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴാനും ക്യൂ ആണ്, രസീത് എടുക്കാനും ക്യൂ ആണ്, പിന്നെ പ്രസാദം മേടിക്കാനും ഭയങ്കര ക്യൂ ആണ്. അത് മാത്രമല്ല കടയിലുകളിൽ കയറി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ക്യൂവും കാര്യങ്ങളും തിരക്കൊക്കെ കേട്ടോ. അങ്ങനെ ഓരോരുത്തരും പോയി സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞതാണ് നമ്മൾ അമ്പലക്കുളത്തിലൊന്ന് ഇറങ്ങുകയെന്ന് എഴുതി ഇറങ്ങുക കേട്ടോ. അങ്ങനെ പതുക്കെ പേടിച്ച് പോവുകയാണെ. അങ്ങനെ ദാണ്ട് അമ്പലക്കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തലയിൽ കൂടെ ഒക്കെ ഒന്ന് തളിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ഇന്നത്തെ ആ ഒരു ദിവസം ഇങ്ങനെ കടന്നൊക്കെ പോയി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്നും അവിടെ ചിലവഴിച്ചില്ല. ഏകദേശം കുറച്ച് സമയങ്ങളൊക്കെ അവിടേക്ക് ഇങ്ങനെ കറങ്ങി അടിച്ചൊക്കെ നടന്നു. നമ്മൾ എപ്പോഴും വരുന്ന ക്ഷേത്രമൊന്നുമില്ലല്ലോ, വർഷത്തിലൊരിക്കലല്ലേ വരുന്നത്. അപ്പം എല്ലായിടും ഒന്ന് കയറി ഇറങ്ങി നമ്മൾ പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ മേടിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോ കടയിലും ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. കാശിയെ സംബന്ധിച്ച് കാശിക്ക് എടുക്കുന്നതെല്ലാം വേണമെന്ന് പറയും. പിന്നെ അവസാനം വേണ്ട എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചിറങ്ങുക കേട്ടോ. അങ്ങനെ തിരിച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കിനും നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്നദാനം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഭയങ്കര ക്യൂ ആയിരുന്നു. നമുക്ക് ട്രെയിൻ മിസ്സായാലോ എന്ന് കരുതി നമ്മൾ അടുത്തുള്ളൊരു കടയിൽ കയറി നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല മസാല ദോശയായിരുന്നു, നല്ല നെയ് റോസ്റ്റായിരുന്നു. വിശന്നിരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് കിട്ടാനൊക്കെ കൊണ്ട് കുറച്ച് താമസിച്ചു കേട്ടോ. അവിടെ എല്ലാം അന്നേരം ഉണ്ടാക്കി തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് താമസിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ തന്നെ മസാല ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മസാല ദോശയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാശിയും ചേട്ടനും കൂടെ മസാല ദോശയൊക്കെ കഴിച്ചു. നമ്മൾ നെയ് റോസ്റ്റായിരുന്നു പറഞ്ഞത്. നല്ല സാമ്പാറും നല്ല ചട്നിയൊക്കെ ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. പിന്നെ തിരിച്ച് വന്ന ബസ്സിന് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും പോയത്. ആ ഒരു ബസ് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നേരെ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ട്രെയിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ വന്നപ്പോഴത്തേക്കിനും നമ്മളെല്ലാം കയറി സീറ്റിലൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ബാക്കി കാര്യങ്ങളും വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.